വെൽക്കം ടു ഫിൻവേഴ്സ് ക്ലാസ്സസ്. സോ നിങ്ങൾ എല്ലാവരും ഫിൻ ടെസ്റ്റ് എക്സാം എഴുതി വന്നിരിക്കുകയായിരിക്കും. നമ്മുടെ മാത്സിന്റെ ഫിൻ ടെസ്റ്റ് എക്സാം എഴുതി വന്നിരിക്കുകയായിരിക്കും. സോ ഈ അവസരം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് കറക്റ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു അവസരമാണ് നിങ്ങൾക്ക്. സോ നമുക്ക് നേരെ എന്തിലോട്ട് പോവാം, ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നിങ്ങൾ എഴുതിയ ഓരോ ആൻസേഴ്സും എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ തെറ്റ് തിരുത്തി നിങ്ങൾക്ക് വരും എക്സാംസിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് എഴുതി പെർഫോം ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയേ, ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 1 to 5 ഈച്ച് ക്യാരി 3 മാർക്ക്. ഓക്കെ അല്ലേ, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണുള്ളത്. നമ്മൾ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 40 ഡിഗ്രി അതുപോലെ 20 മിനിറ്റ്. ഓക്കെ അല്ലേ, ഇത് നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാനാ പറയുന്നത്, റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാനാ പറയുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയില്ല. അപ്പൊ അതിന് മുമ്പ് ഇവിടെ ഒരു മിനിറ്റ് ഉണ്ട്, ആ മിനിറ്റ് നമ്മൾ ഡിഗ്രിയിലോട്ട് മാറ്റാം. അപ്പൊ അത് 40 ഡിഗ്രി 40 പ്ലസ് 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 60 അത് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്തു അല്ലെ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത്. സോ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 40 നമ്മുടെ എ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് കേട്ടോ. എ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് 40 പ്ലസ് 20 ഡിവൈഡഡ് ബൈ 60. സോ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1/3 എന്ന് കിട്ടും. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ 120 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 121/3. ഓക്കെ അല്ലേ, ഇത്രയും ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക, ഇത്രയും ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേ. സോ ഈ ഡിഗ്രി നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെ. ഡിഗ്രിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻറ്റു π/180 ആണ്. സോ 121 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു π/180 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ആവും അല്ലെ, നമ്മുടെ ഡിഗ്രി നില റേഡിയനിലോട്ട് മാറും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 121 π ഡിവൈഡഡ് ബൈ 3/80 എന്ന് പറയുന്ന സമയത്ത് 540 വരും, 540. ഓക്കെ അല്ലേ. സോ 3 × 180 എന്ന് പറയുമ്പോൾ അത് 540 വരും. സോ ഇതാണ് ഇതിന്റെ റേഡിയൻ ആൻസർ എന്ന് പറയുന്നത്. സോ നമ്മൾ എ ക്വസ്റ്റ്യൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 121 π അല്ലെ, 121 π ഡിവൈഡഡ് ബൈ 540. ഓക്കെ അല്ലേ, ഇത്രയും റേഡിയൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഒരു മാർക്കുള്ള ക്വസ്റ്റ്യന്. ഓക്കെ, സബ് ക്വസ്റ്റ്യൻ ആണ്, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. അതിലെ സബ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഓക്കെ, അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനോട്ട് പോയി കഴിഞ്ഞാൽ, ബി ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 20 cm ലെങ്ത് ഓഫ് ആർക്ക് 10 π ഫൈൻഡ് ദ ആംഗിൾ സസ്പെൻഡഡ് ബൈ ദ ആർക്ക് ഇൻ ദ സെന്റർ ഡിഗ്രി. ഓക്കെ അല്ലേ, ആ ഡിഗ്രിയിലെ ആംഗിൾ കണ്ടുപിടിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, റിലേഷൻസ് അറിയാം അല്ലെ. L is equal to എന്താണ്, r തീറ്റയാണ്. L is equal to എന്താണ്, r തീറ്റയാണ്. സോ നമുക്ക് തീറ്റ ഇവിടെ തീറ്റ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് റേഡിയനിലായിരിക്കും. ഓക്കെ അല്ലെ, തീറ്റ ഈക്വൽ ടു എന്തായിരുന്നു, L/r ആണ്. നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് L/r ആണ്. സോ നമ്മുടെ L എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 10 π ആണ്. അപ്പൊ 10 π ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്, ക്വസ്റ്റ്യൻ പറയുന്നത് 20 ആണ്. റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണ്. ഓക്കെ അല്ലെ, 20. ഓക്കെ, അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും, π/2 എന്ന് കിട്ടും അല്ലെ. ആൻസർ എന്ത് കിട്ടും, π/2. പക്ഷേ π/2 എന്ന് പറയുന്നത് റേഡിയനിലാണ്. നമ്മൾ പ്രത്യേകം പറഞ്ഞ ഡിഗ്രിയിലുള്ള മെഷറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ അല്ലെ. അപ്പൊ നമുക്കറിയാം π/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്ക് കൺവേർഷന്റെ ആവശ്യമില്ല. π/2 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതിന്റെ ഡിഗ്രി മെഷർ എന്ന് പറയുന്നത് എത്രയാണ്, 90 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ അല്ലെ. സോ π/2 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ ഇൻറ്റു 180/π ചെയ്താലും മതി. ഓക്കെ അല്ലെ, ആൻസർ 90 ഡിഗ്രി എന്ന് കിട്ടും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 121 π/540. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ അല്ലെ. ഇനി നമ്മൾ നേരെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. കൺസിഡർ ദ ഫംഗ്ഷൻ f of x is equal to root of x minus 2 and g of x is equal to x square plus 1. ഓക്കെ അല്ലെ. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് f of x. അല്ലെ, നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് ഇങ്ങനെ വരുന്ന ഒരു ഫംഗ്ഷൻ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഒക്കെ ആക്കി നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതിൽ മൂന്നാമത്തെ കേസിൽ റൂട്ടിനകത്ത് നെഗറ്റീവ് വരുന്ന കേസാണ് ഇത് വരിക. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് വന്നു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 ആണ് നമ്മുടെ ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റൂട്ടിനകത്ത് വരുന്ന ക്വാണ്ടിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം, 0 ആയിരിക്കണം. സോ എക്സ് എന്ന് പറയുന്ന -2 അങ്ങോട്ട് പോകുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടും, 2 ആയിരിക്കും. സോ എക്സിന് 2 കൊടുക്കാം, അല്ലെങ്കിൽ 2വിനേക്കാൾ വലിയ നമ്പർ കൊടുക്കാം. സോ അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ 2 to ഇൻഫിനിറ്റി. ഇതായിരിക്കും അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ 2 to ഇൻഫിനിറ്റി. നമ്മൾ ടൈപ്പ് 3 ഒക്കെ ആക്കി പഠിച്ച കാര്യമാണ് അല്ലെ. ഒരു റൂട്ടിനകത്ത് ഒരു ഫംഗ്ഷൻ വന്ന ഡൊമൈൻ കാണുന്ന സമയത്ത് റൂട്ടിനകത്ത് വരുന്ന ക്വാണ്ടിറ്റി 0യോ 0നേക്കാൾ വലുതോ ആയിരിക്കണം. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ. ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനോട്ട് വന്നു കഴിഞ്ഞാൽ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനോട്ട് വന്നു കഴിഞ്ഞാൽ f plus g of 3 നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്നത് പല രീതിയിലും ചെയ്യാൻ പറ്റും.
എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എന്താണ് ജി ഓഫ് എക്സ്. അപ്പൊ ഈ തന്നിട്ടുള്ളത് എഫ് പ്ലസ് ജി ഓഫ് ത്രീ എങ്ങനെ എഴുതാം? എഫ് പ്ലസ് ജി ഓഫ് ത്രീ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് ത്രീ പ്ലസ് എന്ത് എഴുതാം? എഫ് ഓഫ് ത്രീ പ്ലസ് ജി ഓഫ് ത്രീ എന്ന് എഴുതാം. ഓക്കെ അല്ലെ? എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഫംഗ്ഷനിൽ എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുക്കുക. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് 3 മൈനസ് 2. റൂട്ട് ഓഫ് എന്ത് വരും? 3 മൈനസ് 2 പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷനിലും എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 3 കൊടുക്കാം. അപ്പൊ 3 സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഇവിടെ ആൻസർ വരിക 1 ആണ് വരും അല്ലെ? ആൻസർ റൂട്ട് 1 വരും. ഓക്കെ അല്ലേ? 3 സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് അത് 9 വരും. 9 പ്ലസ് 1 വരും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 11 ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 11 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ നമ്മുടെ ബി ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 11 ആണ്. ഇനി ഇതേപോലെ നമുക്ക് ഇതിൽ സി ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? നമുക്ക് സി ക്വസ്റ്റ്യനോട്ട് വന്നു കഴിഞ്ഞാൽ സി ക്വസ്റ്റ്യനിൽ വേണ്ട എഫ് ഇൻറ്റു ജി ഓഫ് 3 ആണ്. ഓക്കെ, അപ്പൊ സി ക്വസ്റ്റ്യൻ അവിടെ ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് സി ക്വസ്റ്റ്യൻ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ജി ഓഫ് 3, എഫ് ഡോട്ട് ജി ഓഫ് 3 ഒക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലെ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എഫ് ഓഫ് 3 അല്ലെ, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് 3 ഇവിടെ എക്സിന് പകരം 3 ആണ് അല്ലെ? ഇപ്പൊ എഫ് ഓഫ് 3 ഇൻറ്റു എന്ത് എഴുതാം? എഫ് ഓഫ് 3 ഇൻറ്റു ജി ഓഫ് 3 എന്ന് എഴുതാം. എഫ് ഓഫ് 3 ഇൻറ്റു ജി ഓഫ് 3 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ആദ്യം എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുക്കും. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് 3 മൈനസ് 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 1. ഇത് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ എത്ര വരും? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ 1 വരും. സോ 1 ഇൻറ്റു എത്ര വരും? 1 ഇൻറ്റു 10 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എത്ര വരും? 10 എന്ന് വരും. സോ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. സോ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് 2 to infinity ആണ്. രണ്ടാമത്തെ ആൻസർ കിട്ടിയുള്ളത് 10 ആണ്. രണ്ടാമത്തെ ആൻസർ 11 ആയിരുന്നു അല്ലെ? 11 ആയിരുന്നു. സി ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ വേറെ മെത്തേഡ് എന്ന് പറയുന്നത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് കാണാം, രണ്ടും ഇങ്ങനെ ആഡ് ചെയ്ത് ജസ്റ്റ് ചെയ്ത് എന്നിട്ട് അതിന്റെ സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനം 3 കൊടുത്താലും സെയിം ആൻസർ തന്നെ ചെയ്യാം. സോ ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾ രണ്ട് ഫംഗ്ഷൻ ഇപ്പൊ ഇങ്ങനെ കാണാം. ഒരു കുട്ടിക്ക് ആദ്യം എഫ് പ്ലസ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ കുട്ടി ഇങ്ങനെ എഴുതാം എന്ന് വെച്ചാൽ എക്സ് മൈനസ് 2 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നിട്ട് അതിന്റെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താലും മതി? 3 കൊടുത്താലും മതി. അപ്പോൾ കുട്ടിക്ക് ആൻസർ 11ഉം അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10ഉം കിട്ടും. ഓക്കെ, അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? സോ ഒരു മെത്തേഡ് സൂചിപ്പിച്ചെന്നോളും. ഇനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ ചാപ്റ്ററിനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒരുപാട് പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ? റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് വരുമ്പോൾ അതിന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഐ യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഇമാജിനറി പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. അത് തന്ന കോംപ്ലക്സ് നമ്പർ നോക്കി നിങ്ങൾ സെഡ് എന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ സെഡ് ഇസ് ഈക്വൽ ടു 5 മൈനസ് റൂട്ട് ഓഫ് മൈനസ് 25. ഈ റൂട്ടിനകത്ത് മൈനസിന് വേണ്ടിയിട്ട് നമ്മൾ ആരെ കൊണ്ടുവരുന്നത്? ഐനെ കൊണ്ടുവരുന്നത്. അപ്പോൾ 5 മൈനസ് റൂട്ട് 25 പറയുമ്പോൾ 5 ആണ്. ഓക്കെ അല്ലെ? ആ മൈനസിന് പകരമാണ് ആരെ കൊടുക്കുന്നത്? നമ്മൾ ഐ കൊടുക്കുന്നത്. ഓക്കെ അല്ലെ? സോ ഇതിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ അതിന് ഐ എം ഓഫ് സെഡ് എന്നൊക്കെ എഴുതാറുണ്ട് നമ്മൾ അല്ലെ? അത് ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഐയുടെ കൂടെ വരുന്നത്. അത് ആൻസർ ആരാണ്? -5 ആണ്. ഓക്കെ അല്ലെ? അപ്പൊ അതിന് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് -5 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ അല്ലെ? അതിന് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് -5 ആണ്. ഓക്കെ അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ z is equal to 2 plus 5y. ഓക്കെ അല്ലെ? സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ബി അതായത് z ഇൻവേഴ്സ് ഈക്വൽ ടു അല്ലെ z കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ. അപ്പൊ z ഇൻവേഴ്സ് ഈക്വൽ ടു z കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2 minus 5y അല്ലെ? z കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 2 minus 5y ആണ്. അപ്പൊ അതിന്റെ മോഡുലസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് വേണ്ട ആവശ്യമില്ല. അപ്പൊ 2 സ്ക്വയർ പ്ലസ് എന്ത് വരും? 5 സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലെ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് z ഇൻവേഴ്സ് is equal to 2 minus 5i ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4 ആണ്. 5 സ്ക്വയർ 25 ആണ്. അപ്പൊ 29 എന്ന് വരും. അപ്പൊ z ഇൻവേഴ്സ് ഈക്വൽ ടു ഫൈനൽ ആൻസർ ആയിട്ട് എന്ത് വരും? 2/29 ഓക്കെ മൈനസ് 5/29 എന്ത് വരും? ഐ എന്ന് വരും. സോ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ അല്ലെ? സോ എ ക്വസ്റ്റ്യൻ ആൻസർ -5, ബി ക്വസ്റ്റ്യൻ ആൻസർ z ഇൻവേഴ്സ് ഈക്വൽ ടു 2 divided by 29 minus 5 divided by 29. Okay അല്ലെ? ഐ. ഓക്കെ, ദാറ്റ് ഇസ് ദ ആൻസർ ഓഫ് ദി തേർഡ് ക്വസ്റ്റ്യൻ. കം ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമ്മളെല്ലാവരും പഠിച്ചതാണ്. എയും എ കോംപ്ലിമെന്റും തമ്മിൽ യൂണിയൻ ചെയ്യുക. ഓക്കെ അല്ലെ? ഇപ്പൊ ഒരു കുട്ടി കാണാതെ പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ഇതാണ് സെറ്റ് എ. ഓക്കെ അല്ലെ?
ഈ പുറത്തുള്ളതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആരെ കിട്ടും? ഇല്ലേ, യൂണിവേഴ്സൽ സെറ്റ് ആണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ക്ലാസ്സിൽ ചെയ്ത് പരിചയമുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ് അല്ലേ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സെറ്റ് 127. ഓക്കെ, ഞാൻ 2ന്റെ പവേഴ്സ് നമ്മൾ പഠിക്കാൻ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടാകുന്ന വിചാരിക്കുന്നു അല്ലേ. അതായത് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് കാണുന്ന ഇക്വേഷൻ എന്താ? 2n-1. അതാണ് എത്ര ആയിട്ടുള്ളത്? 127 ആയിട്ടുള്ളത്. അപ്പൊ 2n എന്ന് പറയുന്നത് എത്രയായിരിക്കും? -1 അങ്ങോട്ട് പോകുമ്പോൾ +1 ആവും. അപ്പൊ 128 ആവും. നമ്മുടെ n എന്ന് പറയുന്നത് എത്രയാണ്? 7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ ആ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും ഇല്ലേ? 7 എലമെന്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. 2n ആണ് 128 ആയിട്ട് മാറുന്നത് അല്ലെ. 2n 2 ആണ്, 2 square 4, 2 3 8, 2 4 16, 2 5 32, 2 5 2 6 64, 2 7 128 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് വരാം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ റിയൽ നമ്പർ എന്ന് കാണുമ്പോൾ x such that x is an element of r -3 less than or equal to x less than 7. ഓക്കെ അല്ലേ. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഈ റിയൽ നമ്പർ എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മനസ്സിലായിക്കോണം, ആൻസർ എഴുതേണ്ടത് സെറ്റിലല്ല, പകരം ഇന്റർവെല്ലിലാണ് ആൻസർ റെപ്രസെന്റ് ചെയ്യേണ്ടത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയാം -3 ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ ആര് ഇൻക്ലൂഡഡ് അല്ല? 7 ഇൻക്ലൂഡഡ് അല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ -3 മുതൽ 7 വരെ. അപ്പൊ -3 to 7, -3 to 7, -3 ഇൻക്ലൂഡഡ് ആണ്, 7 എന്തല്ല? ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എ ക്വസ്റ്റ്യൻ ആൻസർ യൂണിവേഴ്സൽ സെറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ സെറ്റ് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ സെറ്റ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ സബ്സെറ്റ് എന്നാണ് തന്നിട്ടുള്ളത്? സബ്സെറ്റ് അല്ല, പ്രോപ്പർ സബ്സെറ്റ് എന്നാണ് തന്നിട്ടുള്ളത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണെന്നും പറഞ്ഞു. ഓക്കെ അല്ലേ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനോട്ട് വന്നാൽ അതിന്റെ വാല്യൂ ആണ് ചോദിച്ചത്. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഐ എന്ന് പറഞ്ഞാൽ ഐ തന്നെയാണ് അല്ലേ. ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? അത് -1 ആണ്. ഐ സ്ക്വയർ -1, ഐ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? -i. അപ്പൊ ഐയും ഐയും ക്യാൻസൽ ആവും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? -1. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ്. ബി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ മോഡ് സെറ്റ് കാണാനാണ്. അപ്പൊ മോഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താ? റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. -1 മെയിൻ ചെയ്യേണ്ട. മോഡുലസ് കാണുമ്പോൾ 1 സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ. ഓക്കെ അല്ലെ. 1ന്റെ സ്ക്വയർ 1 ആണ് ഇല്ലേ. √3 സ്ക്വയർ 3 ആണ്. 4 എന്ന് വരും, 4 റൂട്ട് അത് വരും 2 എന്ന് വരും. സോ അതിന്റെ മോഡ് സെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണെന്ന് മനസ്സിലാവും. ഓക്കെ അല്ലെ. ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും നമ്മൾ ക്ലാസ്സിലെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സ്ക്വയേഴ്സിന്റെ പ്രൂഫാണ് ചോദിക്കുന്നെങ്കിൽ എപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം, ആ ക്വസ്റ്റ്യൻ അവർ എന്ത് എടുത്തിട്ടുണ്ടാവും? മോഡുലസ് കമ്പൽസറി ആയിട്ടും എടുത്തിട്ടുണ്ടാവും. ഇത് പല രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അവർ തന്ന ഡാറ്റ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ a മൈനസ് അല്ലെ, a minus ib into c minus id into e minus if is equal to x minus iy. ഓക്കെ അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ സൈഡിലും എന്തെടുക്കുന്നു? മോഡുലസ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? മോഡുലസ് ഓഫ് എല്ലാ സൈഡും നമ്മൾ മോഡുലസ് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? മോഡുലസ് ഓഫ് a minus ib into modulus of c minus id into modulus of e minus if is equal to modulus of x minus iy. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ അല്ലെ. നമുക്ക് ഇതിലോട്ടാണ് എത്തേണ്ടത്. ഓക്കെ അല്ലെ. ഇതാണ് തന്ന കണ്ടീഷൻ. അവിടുന്ന് നമുക്ക് ഈ ആൻസറിലോട്ടാണ് എത്തേണ്ടത്. ഓക്കെ അല്ലെ. സോ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലെ. ഇനി നമുക്ക് അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് സൈന് നോക്കേണ്ട ആവശ്യമില്ല, ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് c square plus d square into root of e square plus f square is equal to root of എന്ത് വരും? x square plus y square. ഓക്കെ അല്ലേ. ഇനി നമുക്കറിയാം എല്ലാവരും റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ സ്ക്വയർ ചെയ്യുക. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ് എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഇപ്പൊ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നതോടുകൂടി ഇവിടെ എന്ത് വരും? a സ്ക്വയർ പ്ലസ് എന്ത് വരും? b സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്ത് വരും? സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്ത് വരും? ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ ഇൻറ്റു സി ഈക്വൽ ടു എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എന്ത് വരും? വൈ സ്ക്വയർ. ഓക്കെ അല്ലെ. ഇതെല്ലാം പ്രൂവ് ചെയ്യേണ്ടത്. സോ അവസാനം എഴുതി വെക്കുക ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതി വെച്ചോണം. അവസാനം എന്ത് എഴുതി വെച്ചോണം? ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതി വെച്ചോണം. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അവസാനം ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതി വെച്ചോണം. സോ സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 6 to 10 ഈച്ച് ക്യാരി 4 സ്കോർ. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കാണുള്ളത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സൈൻ 270. നമുക്കറിയാം സൈൻ 270 നമുക്ക് റൊട്ടേഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അതായത് 0 അല്ലെ, 0 90, ഇത് 90, ഇത് 180, ഇത് 270. ഓക്കെ അല്ലേ. അപ്പൊ എക്സ് ആക്സിന് വൈ ആക്സിന്റെ താഴെയാണ്. അപ്പൊ അത് ആൻസർ എന്ന് പറയുന്നത് -1 എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് 2 സർക്കിൾസ് ആർക്ക് ഓഫ് സെയിം ലെങ്ത്. ആർക്ക് ലെങ്ത് എന്താണ്? സെയിം ആണെന്ന് പറഞ്ഞു. ആർക്ക് ലെങ്ത് ആർ സെയിം എന്ന് വെച്ചാൽ L1 is equal to എന്ത് ചെയ്താം? L1 is equal to L2. ഒന്നാമത്തിന്റെ ആർക്ക് ലെങ്ത് രണ്ടാമത്തിന്റെ ആർക്ക് ലെങ്ത്തിന് തുല്യമാണെന്ന് പറയാം. ഓക്കെ അല്ലേ. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, അവരുടെ ആംഗിൾ തന്നിട്ട് തീറ്റ തന്നിട്ടുണ്ട് 65 ഉം 80 ആണ് അറ്റ് ദി സെന്റർ അത് റേഷ്യോ ഓഫ് ദ റേഡിയായി. ഓക്കെ, നമുക്കറിയാം L1 ഇക്വേഷൻ അപ്പൊ എങ്ങനെ എഴുതാം? 1 കൊടുത്തിട്ട് എഴുതാം. അപ്പൊ എന്ത് വരും? R1 into θ1. ഓക്കെ അല്ലേ, is equal to R2 into θ2. ഓക്കെ അല്ലേ. അപ്പൊ അവർ നമ്മൾ ചോദിച്ചെന്താ? റേഡിയസിന്റെ റേഷ്യോ ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് R2 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ R1 divided by R2 എന്ന് പറയുന്നത് എന്ത് വരും? θ2 divided by θ1 ആയിട്ട് മാറും. സോ തീറ്റയും θ1 θ2 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലെ. അവിടെ θ2 തന്നിട്ടുള്ള എത്രയാണ്? 80 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ 80 divided by 65 ആണ്. 80 divided by എത്രയാണ്? 65 ആണ്. സോ നമ്മളത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 divided by എന്ത് വരും? 13 എന്ന് വരും. 16 divided by 30 എന്ന് വരും. സോ നമുക്ക് കിട്ടുന്ന റേഷ്യോ അല്ലെ R1 is to R2 അല്ലെ. R1 is to R2. ഞാൻ ഇവിടെ താഴെ തന്നെ എഴുതതിന്റെ ആൻസർ നമുക്ക് ആ സ്പേസ് രണ്ടാമത്തെ ക്വസ്റ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ അല്ലെ. അപ്പൊ R1 is to R2 ആൻസർ ആയിട്ടുണ്ട് അല്ലെ. R1 is to R2 എന്ന് പറയുന്നത് എത്രയാണ്? 16 is to 30 എന്ന് പറയുന്ന ആൻസറിലോട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റും. ഓക്കെ അല്ലെ. സോ ഐഡിയ മനസ്സിലാക്കുക, അല്ലാതെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്ക് ലെങ്ത് ഈക്വൽ എന്ന് പറഞ്ഞാൽ L1 is equal to L2. സോ R1 θ1 is equal to R2 θ2 ആണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ R1 by R2 is equal to θ2 by θ1 എന്ന റിസൾട്ടിലോട്ട് വരും. സോ റേഷ്യോ എടുക്കുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 by 13 എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരുന്ന സമയത്ത് എ വീൽ മേക്ക് 540 revolution in 1 minute. ഓക്കെ അല്ലേ. അപ്പൊ ഒരു മിനിറ്റിൽ 540 റെവല്യൂഷൻസ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹൗ മെനി റേഡിയൻ ഇറ്റ് ഡസ് ടേൺസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് എത്ര അത് കവർ ചെയ്യുന്നത് ചോദിച്ചാൽ റേഡിയനിലാണ് ആൻസർ വേണ്ടത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എത്ര റൊട്ടേഷൻ കവർ ചെയ്യുന്നു? 1 മിനിറ്റ് എത്ര റൊട്ടേഷൻ കവർ ചെയ്യുന്നു? 540 റൊട്ടേഷൻസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോ 60 സെക്കൻഡിലാണ് എന്ത് കവർ ചെയ്യുന്നത്? 60 സെക്കൻഡിലാണ് 540 റൊട്ടേഷൻ കവർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോ ഒരു സെക്കൻഡിൽ എത്ര റൊട്ടേഷൻ കവർ ചെയ്യുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 540 ഡിവൈഡഡ് ബൈ എത്ര വരും? 60 വരും. ഓക്കെ അല്ലേ. സോ ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും ആൻസർ? 554/6. അപ്പൊ ഒരു സെക്കൻഡിൽ ഇത് കവർ ചെയ്യുന്നത് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറും 9 അല്ലെ. 9 റെവല്യൂഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 9 റെവല്യൂഷൻസ്. ഓക്കെ, 9 റൊട്ടേഷൻസ് ആണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കും. 9 റൊട്ടേഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 9 റൊട്ടേഷൻസ് ആണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ചോദിച്ചാൽ എത്ര റേഡിയൻ കവർ ചെയ്യുന്നു? അപ്പൊ നമുക്കറിയാം 1 റൊട്ടേഷൻ എന്ന് പറയുന്നത് 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ എത്ര? 1 റെവല്യൂഷൻ എന്ന് പറയുന്നത്, ഒരു റൗണ്ട് എന്ന് പറയുന്നത്, ഒരു സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 1 റെവല്യൂഷൻ ഈക്വൽ എത്രയാണ്? 2π. ഇവിടെ 9 റെവല്യൂഷൻ ആണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും? ടോട്ടൽ ഈക്വൽ ടു അല്ലെ, ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ 2π. അവിടെ 9 റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 9 ഇൻറ്റു എന്ത് വരും? 9 ഇൻറ്റു എന്ത് വരും? 2π എന്ന് വരും. 9 ഇൻറ്റു എന്ത് വരും? 2π എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എത്ര വരും? ആൻസർ എന്ന് പറയുമ്പോൾ എത്ര വരും? 18π എന്ന് വരും. ഓക്കെ അല്ലേ. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി പൈക്ക് വേണമെങ്കിൽ 3.14 എന്ന് കൊടുക്കാം. സോ ഇത്രയും റേഡിയൻ ആണ് എന്ത് ചെയ്യുന്നത്? അത് കവർ ചെയ്യുന്നത്. ഓക്കെ, ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇത് ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു വീൽ 540 തവണ ഒരു മിനിറ്റിൽ കറങ്ങുന്നു. അപ്പൊ ഒരു മിനിറ്റിൽ ഒരു സെക്കൻഡ് കറങ്ങുന്ന എത്ര കറങ്ങും? 9 റെവല്യൂഷൻ ഒരു സെക്കൻഡിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ് കവർ ചെയ്യുന്നത്. നമുക്കറിയാം ഒരു സർക്കിൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി ആണ്. അതിന്റെ റേഡിയൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 2π ആണ് അല്ലെ. അപ്പൊ ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ 2π ആണെങ്കിൽ 9 റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 2π എത്ര വരും? 18π, 18π എന്ന് കിട്ടും. സോ എ ക്വസ്റ്റ്യൻ ആയി, അതേപോലെ ബി ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, വളരെ സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. എല്ലാവർക്കും കിട്ടിയ ആൻസർ ശരിയാണെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ ഇതിലോട്ടാണ്. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ I⁻⁻30 ഫസ്റ്റ് ക്വസ്റ്റ്യനോട്ട് വന്നു കഴിഞ്ഞാൽ I⁻⁻35 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ. അപ്പൊ മൈനസ് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ എഴുതാന്ന് പറഞ്ഞ് I1/I എന്ത് ചെയ്താ 35 എന്ന് എഴുതാ പറഞ്ഞിരുന്നു അല്ലെ.
നമുക്ക് എല്ലാവർക്കും അറിയാം 4ന്റെ മൾട്ടിപ്പിളുമായിട്ടാണ് കമ്പയർ ചെയ്യുക. 35 തൊട്ട് നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ ഏതാ 32 ആണ്. അപ്പൊ I⁻32 ബാക്കി എത്ര ബാക്കിയുണ്ട് I³. അപ്പൊ I⁻32 എന്ന് പറയുമ്പോൾ അത് 1 ആണ്. 1 × I³ എന്ന് പറയുമ്പോൾ എത്രയാണ് -i ആണ്. നമുക്കറിയാം I ഒരിക്കലും താഴെ വരാൻ പാടില്ല. ഓക്കെ, ആൻസേഴ്സ് സിംപ്ലിഫൈഡ് ഫോമിലാണ് A+IB ഫോമിൽ വേണം ആൻസർ വരാൻ. അപ്പൊ മുകളിലും താഴെ ഒരു I കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. I താഴെ വരാൻ പാടില്ല. I താഴെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലും താഴെ ഒരു I കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പൊ 1 × I എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ് I ആണ്. ഓക്കെ അല്ലെ, അവിടെ മൈനസ് ഉണ്ട്. ഓക്കെ, മൈനസ് അവിടെ നിർത്തിയിട്ട് ഞാൻ I × I എന്ന് പറയുമ്പോൾ I². വീണ്ടും എന്ത് വരും -1 വരും. ആ മൈനസും പ്ലസ് ആവുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും I എന്ന് വരും. എല്ലാവർക്കും കിട്ടിയിട്ട് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഒന്നുകൂടിയും പറയാം, I⁻35 മാറ്റി ചെയ്ത് 1/I⁻35 4ന്റെ മൾട്ടിപ്പിളുമായി കമ്പയർ ചെയ്താൽ I⁻32 × I³ എന്ന് എഴുതാം. അപ്പോൾ I⁻32 എന്ന് പറയുമ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 1 ആണ്. 1 × -i എന്ന് പറയുമ്പോൾ അവിടെ മുകളിൽ താഴെ ഒരു I കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പൊ I അവിടെ വരും. ഇവിടെ I × I². ആണ് -1. ഓൾറെഡി മൈനസ് ഉണ്ട്. മൈനസും പ്ലസ് ആവും. I/1 എന്ന് പറഞ്ഞാൽ I ആണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത് എക്സ്പ്രസ് ദി കോംപ്ലക്സ് നമ്പർ അല്ലേ. Z is equal to രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ Z is equal to 1 + I divided by 1 - I. ഓക്കെ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്നെങ്കിൽ ഇത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ ഓർത്ത് വെക്കണം നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനും അറിയാം. ഓക്കെ, ചെയ്യാൻ നിർബന്ധമല്ല. ഇതിന് ആൻസർ കിട്ടുക I ആണെന്ന് എല്ലാവർക്കും അറിയാം. തിരിച്ചാണെങ്കിൽ -i ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ജസ്റ്റ് ചെയ്തുതരാം. സാധാ പോലെ ചെയ്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മുകളിലും 1 + I കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. താഴെയും 1 + I കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പൊ മുകളിൽ വരാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 1 + I യുടെ ഹോൾ സ്ക്വയർ ആണ്. 1 + I യുടെ ഹോൾ സ്ക്വയർ ആണ് വരിക. താഴെ വരാൻ പോകുന്നത് ഇതിന്റെ ഒരു കോംപ്ലക്സ് നമ്പർ അതിന്റെ കോൺജുഗേറ്റ് മൾട്ടിപ്പിൾ ചെയ്താൽ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. 1 + I ഹോൾ സ്ക്വയർ ബൈ ഹാർട്ട് പഠിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ അത് സ്ക്വയർ കണ്ടുപിടിക്കാവുന്നുള്ളൂ. 2I ആണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. 1 + I ഹോൾ സ്ക്വയറിന്റെ ആൻസർ എന്ന് പറയുന്നത് 2I ആണ്. അതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത്രയും സമയം നമ്മളിത് പോകും. 1 - I ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ -2I എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. /2 വരും. ആൻസർ കട്ടാവും. ആൻസർ അത് വരും I എന്ന് വരും. ഓക്കെ അല്ലെ. അപ്പൊ ഇത് നമ്മൾ A+IB ഫോമിൽ എഴുതണം. സോ നമുക്ക് കിട്ടിയ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് Z is equal to അതിന് ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ് 0 ആണ്. ഓക്കെ അല്ലെ. സോ ഇത് നമ്മൾ ആർഗൻ പ്ലെയിനിൽ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യാം. കോംപ്ലക്സ് നമ്പർ ഷുഡ് ബി മാർക്ക് ഇൻ ആർഗൻ പ്ലെയിൻ. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാവുന്നുള്ളൂ അല്ലെ. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ബി ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ. അപ്പൊ ഇതിൽ A ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അതിൽ B ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ആക്സിസ് വരയ്ക്കുന്നു. ഓക്കെ അല്ലെ. സോ ഇതാണ് റിയൽ ആക്സിസ്. ഇതാണ് റിയൽ ആക്സിസ്. ഓക്കെ അല്ലെ. ഇതാണ് നമ്മുടെ എന്ത് ആക്സിസ്, ഇമാജിനറി ആക്സിസ്. ഇതാണ് നമ്മുടെ ഇമാജിനറി ആക്സിസ്. വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ റിയൽ ഇമാജിനറി പാർട്ട് അവിടെ എന്ന് വെച്ചാൽ ഇതിന്റെ x 0 ആണ് അല്ലെ. x 0 ആണ്. ഇത് x + I y ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് നമ്മൾ. ഓക്കെ അല്ലെ. x 0 ആണ്. y എത്രയാണ്? ഓക്കെ, y എത്രയാണ്? 1 ആണ് അല്ലെ. y-യുടെ സ്ഥാനത്ത് എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്കറിയാം y മാത്രമേ ഉള്ളൂ. x 0 ആണ്. y മാത്രമേ ഉള്ളെങ്കിൽ y ആക്സിലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ആ കോംപ്ലക്സ് നമ്പർ എവിടെ 1 അല്ലെ. 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, അങ്ങനെ പോകും. അതേപോലെ ഇവിടെ -1 -2 അങ്ങനെ ഉണ്ടാവും. ഇവിടെ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, അങ്ങനെ പോകും. താഴത്തോട്ട് -1 -2 അങ്ങനെ പോയി. നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ y is equal to 1. അപ്പൊ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. സോ ആർഗൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ റിയൽ ആക്സിസ് ഉണ്ടാവും, ഇമാജിനറി ആക്സിസ് ഉണ്ടാവും. ഇവിടെ മാർക്ക് ജസ്റ്റ് ആക്സിസ് വരച്ചിട്ട് മാർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനോട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൺസിഡർ ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ f of x is equal to mod of x - 2. ഓക്കെ അല്ലേ. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഓക്കെ അല്ലേ. അത് ഗ്രാഫ് നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചും പറയാവുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ആദ്യം ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരച്ചാൽ തന്നെ ഡൊമൈൻ റേഞ്ച് ഒക്കെ പറയാൻ പറ്റുന്നുണ്ടാവും. അല്ലാതെ നമുക്ക് പറയാൻ പറ്റും റിയൽ നമ്പർ ആണ് ഡൊമൈൻ എന്നൊക്കെ പറയാൻ പറ്റും. അവിടെ റൂട്ടും ഇല്ല, ഡിനോമിനേറ്ററും ഇല്ല. പക്ഷെ ആദ്യം ഗ്രാഫ് വരക്കാണ്. ബി ക്വസ്റ്റിനോട്ട് പോവാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് അവിടെ തന്നെ കിട്ടും. ഗ്രാഫ് വരക്കുന്ന സമയത്ത് ഇതിന്റെ സ്ട്രക്ചറും കിട്ടുന്നുണ്ടാവും വിചാരിക്കുന്നു. അതായത് ആദ്യം നമ്മൾ ടേബിൾ ഫില്ല് ചെയ്യണം. ഓക്കെ അല്ലേ. നമുക്ക് ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് പറയാം. എന്നിട്ട് ഡൊമൈൻ റേഞ്ചിലോട്ട് വരാം കേട്ടോ. അതായിരിക്കും ഏറ്റവും പറയാൻ നല്ല ഏറ്റവും നല്ല. ഗ്രാഫ് വരച്ചാൽ പിന്നെ ക്വസ്റ്റ്യൻ പ്രസക്തി ഇല്ലാതെ ഒറ്റയടിക്കാൻ അവിടെ നിന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. സോ നമ്മൾ ഈ ബി ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാം. ആദ്യം അതിന്റെ ക്വസ്റ്റിന് ചെറിയ ഗ്യാപ്പ് ഇട്ടേക്ക് നമുക്ക് ഡൊമൈൻ റേഞ്ച് ചെയ്താം. ഓക്കെ, ഡൊമൈൻ റേഞ്ച് ഗ്രാഫ് തന്നെ കിട്ടും. അല്ലാതെ ചിന്തിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ഡൊമൈനും അതേപോലെ റേഞ്ചും. ഓക്കെ അല്ലേ. മുമ്പ് പറഞ്ഞിരുന്നു ഇതിന്റെ ഡൊമൈൻ ചെയ്ത വലിയ പണിയൊന്നുമില്ല. കാരണം റിയൽ നമ്പർ ആണ്. റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണല്ലോ. ഓക്കെ അല്ലേ. ഓക്കെ, റേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ആ ടേബിൾ എന്തൊക്കെ വാല്യൂസ് എടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ല. എക്സ് അതേപോലെ വൈ. സെൻട്രൽ ആരെടുക്കുക? 0. സെൻട്രൽ 0, ഇങ്ങോട്ട് 1, ഇതുവരെ 2, അതുപോലെ 3. ബാക്കിലോട്ട്
-1 അതേപോലെ -2 അതുപോലെ -3. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. ഏത് ഫംഗ്ഷൻ? f of x is equal to mod of x - 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. 0 ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക -2 ആണ്. 1 ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക -1 ആണ്. 2 എടുക്കുമ്പോൾ 0 കിട്ടും. 3 ഇട്ട് കൊടുക്കുമ്പോൾ 1 കിട്ടും. -1 ഇട്ട് കൊടുക്കുമ്പോൾ -1 കിട്ടും. അതേപോലെ -2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. അതേപോലെ -3 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. സോ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രാഫ് വരയ്ക്കുന്നു. സോ നിങ്ങളെ ഗ്രാഫിന്റെ ഷേപ്പ് ഒരു V ഷേപ്പാണ് കിട്ടുക. ഞാൻ പറഞ്ഞിരുന്നു മോഡ് എക്സിന്റെ എല്ലാ ഗ്രാഫിന്റെ ഷേപ്പും V ഷേപ്പാണ്. അപ്പൊ ഇതില് ഏറ്റവും താഴെ വരുന്ന -2. ഓക്കെ അല്ലെ? അപ്പൊ -2 എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെയായിരിക്കും ഗ്രാഫിന് കിട്ടിയിട്ടുണ്ടാവുക? ഇല്ല, നമ്മളെ ഗ്രാഫ് പേപ്പറിലൊക്കെ വരച്ച് ചെയ്ത ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലെ? -2 to 2. അപ്പൊ ഇവിടെ നോക്കി നമുക്ക് ഡൊമൈൻ പറയാൻ പറ്റും. ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? റിയൽ നമ്പർ ആണ്, സംശയമൊന്നുമില്ല. A to B ആണെങ്കിൽ A ആണ്, റിയൽ നമ്പർ ആണ്, റിയൽ നമ്പർ ആണ്. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഗ്രാഫിൽ ഏറ്റവും ചെറിയ y ആക്സിലെ ഏറ്റവും ചെറിയ നമ്പർ എത്രയാണ്? -2. -2 മുകളിലോട്ടില്ലേ? -2 മുകളിലോട്ടാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -2 to ഇൻഫിനിറ്റി. -2 to ഇൻഫിനിറ്റി. ഓക്കെ അല്ലേ? അപ്പൊ ഗ്രാഫ് വരച്ചിട്ട് ഏതായിരിക്കും നല്ലത്? പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് A is equal to 1, 2, 3 അല്ലേ, and B is equal to A, B, the number of subsets of A cross B. A cross B ക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാവും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് A cross B എന്ന് പറഞ്ഞാലും ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറഞ്ഞാലും ബോത്ത് ആർ സെയിം അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് അങ്ങനെ തന്നെ നോട്ട്ബുക്കിൽ എഴുതി തന്നിരുന്നു. ഈ A cross B യുടെ സബ്സെറ്റ് ആണ് എന്തായിട്ട് മാറുന്നത്? റിലേഷൻ ആയിട്ട് മാറുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ ചോദിച്ചാലും ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് A cross B ചോദിച്ചാലും ബോത്ത് ആർ സെയിം ആൻസേഴ്സ്. ആൻസർ എന്താ വരിക? 2 raised to n of A into n of B. 2 raised to n of A into n of B ആണ്. സോ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറും? 2 raised to n of A എന്ന് പറയുന്നത് അവിടെ 3 ആണ്. അപ്പൊ 3 into എന്ത് വരും? 2 എന്ന് വരും. അപ്പൊ 2 raised to 6 എന്ന് കിട്ടും. ഓക്കെ അല്ലെ? അതിന്റെ വാല്യൂ കാണേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഓപ്ഷൻ കിടപ്പുണ്ട്. 2 raised to 6 എന്ന് പറയുന്ന ഓപ്ഷൻ. 2 raised to 6 64 ആണ് നമുക്കറിയാം. 64 ഓപ്ഷനിൽ ഇല്ല, പക്ഷെ ആരുണ്ട്? 2 raised to 6 തന്നെ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് B ആണ്. സോ എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് f of x. ഈ ഫംഗ്ഷന്റെ ഡൊമൈന് കാണാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇത് കേസ് ടൈപ്പ് 1 ആണ്, 2 ആണോ, 3 ആണോ? ടൈപ്പ് 2 ആണ് അല്ലെ? ഡിനോമിനേറ്റർ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ടൈപ്പ് 2 ആണ്. ഓക്കെ അല്ലെ? അപ്പൊ ഡിനോമിനേറ്റർ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ജസ്റ്റ് എടുത്ത് തരുന്നുണ്ട്. f of x is equal to എന്തായിരുന്നു തന്നിട്ടുള്ള കാര്യം? x - 2 divided by x - 5. ഓക്കെ അല്ലെ? അപ്പൊ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു ഡിനോമിനേറ്റർ വരുന്ന കേസിൽ ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഓക്കെ അല്ലെ? അപ്പൊ ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആവുക? x 5 ആവുമ്പോൾ, അല്ലെങ്കിൽ x - 5 is equal to 0. അപ്പൊ എപ്പോഴാണ് നോക്കുകയാണ്? ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആവാൻ നോക്കുകയാണ്, ചെക്ക് ചെയ്യാണ് അല്ലെ? അപ്പൊ x is equal to -5 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? +5. അപ്പൊ x 5 ആവുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവുക. അപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് അല്ലെ? ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്ത് ചെയ്താം? R- എല്ലാ റിയൽ നമ്പറും പറ്റും, പക്ഷെ ആരെ കൊടുക്കാൻ പറ്റില്ല? 5 കൊടുക്കാൻ പറ്റില്ല. കാരണം 5 കൊടുക്കുന്നതോട് കൂടി ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഡിനോമിനേറ്റർ 0 ആയാൽ ആൻസർ നോട്ട് ഡിഫൈൻ, നമുക്ക് ആൻസർ കിട്ടില്ല. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് കാണിപ്പിച്ചാണ്. ഡിനോമിനേറ്റർ 0 ആവുന്ന സമയത്ത് 1/0 കാൽക്കുലേറ്റർ മാത്ത് എറർ എന്ന് എഴുതി കാണിക്കുന്നു, പഠിപ്പിച്ചാണ് നമ്മൾ. ഓക്കെ അല്ലേ? ഇനി അതേപോലെ നമ്മൾ C ക്വസ്റ്റിനോട്ട് പോകണം. അപ്പൊ B ക്വസ്റ്റിന് ആൻസർ കിട്ടി. R-8 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഡൊമൈൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. റേഞ്ച് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു, പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഡൊമൈൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ അല്ലെ? ഇനി അതിൽ C ക്വസ്റ്റിനോട്ട് വരുന്ന സമയത്ത് ഇതാ 2 ഓർഡേർഡ് പെയർ x/3 - 1, y/2 + 5 ആർക്ക് ഈക്വൽ ആയിട്ട്? 1/6, 1/2 ഈക്വൽ ആയി. നമ്മൾ പറഞ്ഞിരുന്നു 2 ഓർഡേർഡ് പെയർ തുല്യമാണെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ x/3 അല്ലെ? x/3 - 1 ആർക്ക് ഈക്വൽ ആണെന്ന് പറയാം? 1/6 ഈക്വൽ ആണെന്ന് പറയാം. അതുപോലെ തന്നെ y കോർഡിനേറ്റ്, ഓക്കെ, y/2 + 5 ആർക്ക് ഈക്വൽ ആണെന്ന് പറയാം? y/2 + 5 ആർക്ക് ഈക്വൽ ആണെന്ന് പറയാം? 1/2 ഈക്വൽ ആണ്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ -1 അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. എങ്ങനെ നമ്മൾ ചെയ്യാം? നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ക്വസ്റ്റ്യൻ പ്രശ്നമല്ല. അപ്പൊ ഞാനിവിടെ x/3 പ്ലേസ് ചെയ്യുന്നു, -1 അങ്ങോട്ട് കൊണ്ടുപോകുന്നു. പല രീതിയിലും ചെയ്യാം. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. ഓക്കെ അല്ലെ? അപ്പൊ 1/6 പ്ലസ് ആര് വരും? 1 എന്ന് വരും. അവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ x/3 is equal to 1 + 6 divided by 6 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ x/3 is equal to എന്ത് വരും? 7 divided by 6 എന്ന് വരും. 3 അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു.
അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 7/6 ഇൻറ്റു 3 എന്ന് വരും. ഓക്കെ അല്ലേ? ഈ 3യും 6ഉം കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് വരും. ആൻസർ എന്ന് പറയുമ്പോൾ എത്ര വരും? 7/2 എന്ന് പറയുന്ന ആൻസറിലോട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ കഴിയും എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ അല്ലേ? ഇനി അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് നമ്മൾ പോവാണെന്ന് വെച്ചാൽ y/2 is equal to എങ്ങനെ എഴുതാം? 1/2 - 5 എന്ന് എഴുതാം. അതിന് ഓൾ ഡിവൈഡഡ് ബൈ ആരുണ്ട്? 1 ഇട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണെങ്കിൽ നമ്മള്. അപ്പൊ y/2 is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 1 1 -10 divided by 2. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. സോ y is equal to എത്ര കിട്ടും? -9 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ എക്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 7/2 ആണ്. അതേപോലെ y നമുക്ക് കിട്ടിയിട്ടുള്ളത് -9 ആണ്. സോ എല്ലാവർക്കും ഈ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, 2/6 ആണ്. ബി ക്വസ്റ്റ്യൻ ആൻസർ r - set 5 ആണ്. സി ക്വസ്റ്റ്യൻ ആൻസർ x is equal to 7/2 ഉം y is equal to -9. സോ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് if a and b are two sets such that a minus b is equal to 1,2 അല്ലെ? ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ പബ്ലിക് എക്സാമിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ പറഞ്ഞ നോട്ട്ബുക്കിൽ എഴുതിയിരുന്നു അല്ലെ? a minus b is equal to 1,2. അപ്പൊ എയിലുണ്ട് ബിയിലില്ല, അതാണ് 1 ഉം 2. b minus a is equal to 4,5 എന്ന് വെച്ചാൽ ബിയിലുണ്ട് എയിലില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബിയിൽ ആരുണ്ടെന്ന് കൺഫേം ആണ്. b minus a എന്ന് പറഞ്ഞാൽ ബിയിൽ എന്തായാലും ഉണ്ടല്ലോ വരെ. അപ്പൊ 4ഉം 5ഉം അല്ലെ? b മൈനസ് എന്ന് പറയുമ്പോൾ അപ്പൊ 4ഉം 5ഉം നിർബന്ധമായിട്ട് എവിടെ ഉണ്ട്? ബിയിലുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ അവർ പറയുന്നത് a ഇന്റർസെക്ഷൻ b. a ഇന്റർസെക്ഷൻ b എന്ന് പറഞ്ഞാൽ എയിലും ബിയിലുള്ള ആൾക്കാരാണല്ലോ a ഇന്റർസെക്ഷൻ b എന്ന് പറയുന്നത്. അപ്പൊ 7,8ഉം എവിടെ ഉണ്ട്? ബിയിലുണ്ട്. ഓക്കെ അല്ലേ? 7,8ഉം എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അപ്പൊ ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് 4, 5, 7, 8. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ബി കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സെറ്റ് ബിയിൽ 4 ഉണ്ടാവും, 5 ഉണ്ടാവും, 7 ഉണ്ടാവും, 8 ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് വന്നു കഴിഞ്ഞാൽ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി. എ ഈസ് സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ അതിന്റെ വെൻ ഡയഗ്രം ആലോചിച്ചാൽ തന്നെ മതി. നിങ്ങൾ വെൻ ഡയഗ്രം ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇല്ലേ? അതായത് എ ബി ആണ് വലിയ സെറ്റ്. അപ്പൊ ബി പുറത്തും എ അകത്തുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ എയും ബിയും കൂട്ടി കഴിഞ്ഞാൽ എന്തെന്നെ കിട്ടുള്ളൂ? ബി തന്നെ കിട്ടുള്ളൂ അല്ലെ? ബി ആണല്ലോ വലിയ സെറ്റ്. എകളൊക്കെ ബിയിലുണ്ട്. അപ്പൊ എയും ബിയും കൂട്ടിയാൽ ബി എന്നല്ലേ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അത്ര ഉള്ള ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ 1 മാർക്ക് ഉള്ളതിന്. ഓക്കെ. ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് ബിൽഡർ ഫോമില തന്നിട്ടുള്ള എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 3. ഓക്കെ അല്ലേ? അപ്പൊ അതിലെ എ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റോസ്റ്റർ ഫോമിൽ എഴുതാനാ പറഞ്ഞത്. റോസ്റ്റർ ഫോമിൽ ഇത് വളരെ സിമ്പിൾ ആണ് അല്ലെ? 3നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ അത് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 1,2. ഇവിടെ ഈക്വൽ ടു ഇല്ല. ഈക്വൽ ടു ഉണ്ടെങ്കിൽ നമ്മൾ 3നെ കൂടി പരിഗണിക്കണമായിരുന്നു. ലെസ് ദാൻ 3, 3നേക്കാൾ ചെറുത് എന്നാണ് ചോദിച്ചുള്ളത്. അപ്പൊ 1,2 ആണ്. ഇനി അതിന്റെ എല്ലാ സബ്സെറ്റ് എഴുതാനാ പറഞ്ഞത് അല്ലെ? അപ്പൊ സബ്സെറ്റ് ആർക്കേക്കാരം 5, അതുപോലെ സെറ്റ് 1, ഓക്കെ, അതുപോലെ സെറ്റ് 2, അതുപോലെ എല്ലാ സെറ്റും ആ സെറ്റിന് എന്താണ്? സബ്സെറ്റ് ആണ്. അപ്പൊ സെറ്റ് 1,2. ഓക്കെ അല്ലെ? ഒരു സെറ്റിലെ 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2/2. ഓക്കെ അല്ലെ? അത് 4 സബ്സെറ്റ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ആ 4 സബ്സെറ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ. അപ്പൊ എ ക്വസ്റ്റ്യൻ പറഞ്ഞു, ബി ക്വസ്റ്റ്യൻ പറഞ്ഞു, സി ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഫ്രം 11 to 12 ഈച്ച് ക്യാരി 6 സ്കോർ. ഓക്കെ അല്ലെ? ഓരോ ക്വസ്റ്റ്യനും 6 മാർക്കാണുള്ളത്. ഓക്കെ അല്ലെ? എല്ലാ ക്വസ്റ്റ്യൻസും പലരും ഓപ്ഷൻ ഓർ ക്വസ്റ്റ്യൻ എടുത്ത ഡിഫറെന്റ് ആയിരിക്കും. സോ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ ആൻസർ ശരിയാണോ അല്ലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ is equal to x such that x is an integer. ഓക്കെ അല്ലെ? എക്സ് ഒരു ഇന്റീജർ ആണ്. ഓക്കെ, -2 മുതൽ 2 വരെ. പക്ഷെ 2 ഉൾക്കൊള്ളുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ. അപ്പൊ ഇന്റീജേഴ്സാണ് വേണ്ടത് അല്ലെ? -2 ഉൾക്കൊള്ളുന്നുണ്ട്, കാരണം അവിടെ ഈക്വൽ ടു ഉണ്ട്. അപ്പൊ -2 പരിഗണിക്കണം. -2 പറ്റും, -1 പറ്റും, 0 പറ്റും, 1 പറ്റും. പക്ഷെ ആരെ പറ്റില്ല? 2 പറ്റില്ല. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ട്? ആകെ 4 എലമെന്റ്സ് ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ് എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് ചെയ്യുക. അപ്പൊ എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ആണ് എയിലുള്ളതെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? -2 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്. 2 ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, കാരണം അവിടെ ഈക്വൽ ടു ഇല്ല. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, സെറ്റ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടില്ല. ബി നമ്മൾ ഏത് ഫോമിൽ എഴുതണം? ആദ്യം റോസ്റ്റർ ഫോമിൽ എഴുതണം. ഓക്കെ അല്ലെ? തന്നുള്ള സെറ്റ് ബിൽഡർ ഫോമിലാണ്.
ഇവിടെ തന്നിട്ടുള്ളത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. അപ്പോൾ അത് നമ്മൾ റോസ്റ്റർ ഫോമിലോട്ട് എഴുതാണ്. സെറ്റ് ബി സി ഈക്വൽ ടു ഓക്കെ അല്ലേ. ഒരു പറയുന്ന കാര്യം പ്രൈം നമ്പർ ലെസ് ദാൻ 7 അല്ലെ, 7നേക്കാൾ ചെറിയ പ്രൈം നമ്പർ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എനേക്കാൾ ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 5 ഉണ്ടാവും. 7 ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, കാരണം എനേക്കാൾ ചെറുത് എന്നാ പറഞ്ഞു. ലെസ് ദാൻ ഈക്വൽ ടു അല്ല, ലെസ് ദാൻ 7 എന്നാ പറഞ്ഞു ഓക്കെ അല്ലേ. അപ്പൊ ബി കിട്ടി ഓക്കെ അല്ലേ. അപ്പൊ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലേ. അപ്പൊ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഓക്കെ അല്ലേ. ഇനി അതിൽ ബി ക്വസ്റ്റ്യനോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേ? ഓക്കെ, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ എ കോംപ്ലിമെന്റും കാണണം, ബി കോംപ്ലിമെന്റും കാണണം അല്ലെ. എ കോംപ്ലിമെന്റ് കാണാൻ എല്ലാവർക്കും അറിയാലോ, യൂണിവേഴ്സൽ സെറ്റ് എന്ന് ആര് ഒഴിവാക്കുക? എനെ ഒഴിവാക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ ഇതിന്ന് ഇത്രയും എലമെന്റ്സ് ഒഴിവാക്കണം. യൂണിവേഴ്സൽ സെറ്റ് എന്ന് ഇത്രയും എലമെന്റ്സ് ഒഴിവാക്കുക എന്ന് വെച്ചാൽ -2 അവരൊക്കെ ഒഴിവാക്കിയിട്ട് വേണം പറയാം. 2, 3, 5 ഒഴിവാക്കിയിട്ട് വേണം പറയാം ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ഈ സെറ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ ക്വസ്റ്റ്യനായിട്ട് മിക്സ്ഡ് ആവരുത്. ഈ ക്വസ്റ്റ്യനിൽ എ ഇതാണ് ഓക്കെ. അപ്പൊ 2, 3, 5 എന്ന് പറയുന്ന എലമെന്റ്സ് ഇതാ ഈ യൂണിവേഴ്സിറ്റി ഒഴിവാക്കി കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? 0 ഉണ്ടാവും, അതേപോലെ 1 ഉണ്ടാവും, അതുപോലെ 4 ഉണ്ടാവും, അതുപോലെ 6 ഉണ്ടാവും ഓക്കെ അല്ലേ. ഇത്ര എലമെന്റ്സ് ഉണ്ടാവും. 2 ഒഴിവാക്കിയിട്ടുണ്ട്, അതുപോലെ 3 ഒഴിവാക്കിയിട്ടുണ്ട്, 5 ഒഴിവാക്കി. അപ്പൊ 3 എലമെന്റ്സ്. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഇവിടെ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ, നമ്മൾ എഴുതിയത് ബി കോംപ്ലിമെന്റ് ആണ് അല്ലേ. ഇപ്പൊ 0, 1, 4, 6 ബിയിലുള്ള എല്ലാ എലമെന്റ്സും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് വേണ്ട ഒരാളാണ് എ കോംപ്ലിമെന്റ് ഇല്ലേ, എ കോംപ്ലിമെന്റ്. അപ്പൊ എയിലുള്ള എലമെന്റ്സ് ആരെവിടെ? ഇതാണ്, ഇവിടെയാണ് എ തന്നിട്ടുണ്ട്. എയിൽ ആർക്കുള്ള 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അവർ ഒഴിവാക്കി. ഇത്രയും എലമെന്റ്സ് ഒഴിവാക്കി ബാക്കി ആരൊക്കെ ഉണ്ടാവും? 0 പറ്റില്ല, 1 പറ്റില്ല, 2 പറ്റില്ല, 3 പറ്റില്ല, 5ഉം 6ഉം മാത്രമേ ഉണ്ടാവും ഓക്കെ അല്ലേ. ഇനി നമുക്ക് വേണ്ടത് അത് രണ്ടിന്റെ ഇന്റർസെക്ഷൻ എടുക്കാനാ പറഞ്ഞു ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ എഴുതി വെച്ചേക്കാം, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ആര് മാത്രമേ ഉള്ളൂ? 6 മാത്രമേ ഉള്ളൂ അല്ലേ. രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ആര് മാത്രമേ ഉള്ളൂ? 6 മാത്രമേ ഉള്ളൂ ഓക്കെ അല്ലേ. അപ്പൊ അതവിടെ ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം സി ക്വസ്റ്റ്യൻ വെരിഫൈ ദാറ്റ് അല്ലേ. ഞാൻ പറഞ്ഞിരുന്നു വെരിഫൈ ദാറ്റ്, പ്രൂവ് ദാറ്റ്, ഷോ ദാറ്റ്. ഈ 3 ക്വസ്റ്റ്യൻ ഒരേ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്തും? LHS. പക്ഷെ ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ LHS മാത്രമേ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം RHS എവിടെ ഉണ്ട് ഓൾറെഡി. നമ്മൾ ബി ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ചാൽ അത് കോപ്പി ചെയ്താൽ മതി. അപ്പൊ LHS എഴുതുന്നു. അപ്പൊ LHS ചെയ്ത് ആർക്ക്? ബ്രാക്കറ്റിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ചെയ്യണം എന്നാണ് റൂള് ഓക്കെ അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എ യൂണിയൻ ബി കാണണം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ക്ലബ് ചെയ്ത് ഒറ്റ സെറ്റ് ആക്കിയിട്ട് എഴുതുക. അപ്പൊ ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി. ആ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സെറ്റ് ആക്കിയിട്ട് പറഞ്ഞു നോക്കി നിങ്ങൾ. 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4. ഇനി അത് ഇല്ലാത്ത ആൾക്കാരെ ബി എന്ന് എടുത്താൽ മതി. എന്ന് വെച്ചാൽ ആരും ഉണ്ടാവും? 5 ഉണ്ടാവും ഓക്കെ അല്ലേ. ഇനി അതിന്റെ LHS എന്ന് പറയുന്നത് അതിന്റെ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിയിലുള്ള എല്ലാ എലമെന്റ്സിനെയും എവിടുന്ന് ഒഴിവാക്കുക? യൂണിവേഴ്സൽ സെറ്റ് എന്ന് ഒഴിവാക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇവരെല്ലാവരും ഒഴിവാക്കിയാൽ നമുക്ക് ആരെ കിട്ടുക? 6 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ബാക്കി എല്ലാ എലമെന്റ്സും പോയി കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സലിൽ ആര് മാത്രമേ അവശേഷിക്കുള്ളൂ? 6 മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അല്ലേ. ഇനി അതിൽ RHS റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വന്നാൽ RHS റൈറ്റ് ഹാൻഡ് സൈഡ് ഓക്കെ അല്ലേ. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വരുന്നതോടുകൂടി നമുക്കറിയാം, അത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, വീണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അത് രണ്ടിന്റെയും കോമൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുക സെറ്റ് ഓഫ് 6 എന്ന് വരും അല്ലെ. സെറ്റ് ഓഫ് ആര് വരും? 6 എന്ന് വരും ഓക്കെ. ഐഡിയ മനസ്സിലായല്ലോ. സോ രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടിയിട്ട് ഈക്വൽ ആയിട്ട് കിട്ടണം. കാരണം അത് ഡി മോർഗൻസ് ലോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻ കേസ് തെറ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ഉറപ്പിച്ചോളും ചെയ്ത് തെറ്റായിരിക്കും എന്ന് പറഞ്ഞിരുന്നു ക്ലാസ്സിൽ നമ്മൾ അല്ലെ. അപ്പൊ അവസാനം എന്ത് ചെയ്യണം? വെരിഫൈ ദാറ്റ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ LHS is equal to എന്ത് ചെയ്താ? RHS അല്ലെ. LHS equal to RHS hence proved എന്ന് അവസാനം എഴുതി വെച്ചോണം കേട്ടോ. LHS equal to RHS hence proved എന്ന് അവസാനം എഴുതി വെച്ചു. ഐഡിയ മനസ്സിലായാലോ? സിമ്പിൾ അല്ലേ? എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളെ ക്ലാസ്സിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത സെയിം മോഡൽ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ. സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഓക്കെ. ദ ഡിഗ്രി മെഷർ ഓഫ് 7π/4 ഓക്കെ അല്ലേ. 7π/4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മൾ ആ കൺവേർഷന്റെ ആവശ്യമില്ല. π/4 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 45 ആണെന്ന് അറിയാലോ. അപ്പൊ 7 ഇൻറ്റു എന്ത് ചെയ്താലും മതി? 7 ഇൻറ്റു π/4 എന്ന് പറഞ്ഞാൽ 45 അല്ലേ. അപ്പൊ 7 ഇൻറ്റു 45 അതിന്റെ വാല്യൂ എഴുതി വെച്ചാലും മതി. 7 ഇൻറ്റു 45 എന്ന് പറയുമ്പോൾ
ഓക്കെ. അപ്പൊ 7 into 45 ആണ്. 7 into 45 വരെ 315 ഡിഗ്രി വരും. ഓക്കെ അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലെ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. 7π/4 into അല്ലെ നമുക്കറിയാം റേഡിയനെ അല്ലെ റേഡിയനെ ഡിഗ്രിക്ക് ആക്കി മാറ്റാൻ എന്താ ചെയ്യുക 7π/4 into π/1 180 divided by π. ഓക്കെ അല്ലേ? അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ അല്ലെ? സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ആൻസർ വരിക 315 ഡിഗ്രി എന്ന് വരും. ഓക്കെ അല്ലേ? ആ റേഡിയൻ മെഷർ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് 3 സെന്റിമീറ്റർ ലോങ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട് ഞാൻ ബി ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? മിനിറ്റ് ഹാൻഡ്. ഓക്കെ ഒരു ക്ലോക്കിന്റെ ഒരു വാച്ചിന്റെ മിനിറ്റ് ഹാൻഡ്. ഓക്കെ അല്ലേ? ആ മിനിറ്റ് ഹാൻഡ് ലെങ്ത് എത്രയാണ് 3 സെന്റിമീറ്റർ. അപ്പൊ അതാണ് അതിന്റെ റേഡിയസ് ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ അല്ലേ? നമുക്ക് 6 കിട്ടി. 6 എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. ഓക്കെ ഹൗ ഫാർ ഇറ്റ്സ് ടിപ്സ് മൂവ് ഇൻ 20 മിനിറ്റ്. 20 മിനിറ്റ് കൊണ്ട് ഇതാ. അപ്പൊ 20 മിനിറ്റ് ആകുമ്പോൾ ഇങ്ങനെ സഞ്ചരിച്ച് ഇല്ലേ 20 മിനിറ്റ് ആകുമ്പോൾ നമുക്കറിയാം 4 വരും. ഓക്കെ അല്ലേ? അപ്പൊ എത്ര അതായത് ഇവിടെ വരും അത്. ഓക്കെ അല്ലേ? ഇവിടെ വരും. ഓക്കെ അവിടെ ഒന്ന് വിചാരിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ അത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ. അപ്പൊ ഇവിടെ തീറ്റ ഫോം ചെയ്യുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഹൗ ലോങ് ഇറ്റ്സ് ടിപ്സ് മൂവ് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ഡിസ്റ്റൻസ് ഇത് ഇതാ ഈ ഒരു പാത്ത് ഞാൻ ബ്ലൂവിൽ കാണിക്കും. ഈ ഒരു പാത്തിന്റെ ലെങ്ത് ആണ് ഉദ്ദേശിച്ചവര് റേഡിയനിൽ വേണേ എഴുതാൻ. ഓക്കെ അല്ലേ? അപ്പൊ അതിന് മുമ്പ് ഈ തീറ്റ എത്ര ഡിഗ്രി കവർ ചെയ്തു എന്ന് ആദ്യം മനസ്സിലാവണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഐഡിയ മനസ്സിലാക്കി പോകാൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കറിയാം ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു 1 അവർ എന്ന് പറയുന്നില്ല 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് കൊണ്ടാണ് 60 മിനിറ്റ് ആകുമ്പോൾ ആ മിനിറ്റ് സൂചി ആ സ്ഥാനത്തോടെ വരിക എന്ന് വെച്ചാൽ 360 ഡിഗ്രി സഞ്ചരിക്കുക അല്ലെ. 60 മിനിറ്റ് കൊണ്ടാണ് 360 ഡിഗ്രി സഞ്ചരിക്കുക. അപ്പൊ ഒരു മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി സഞ്ചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 360/60 എന്ന് വരും. ഓക്കെ അല്ലെ? 6 ഡിഗ്രിയാണ് ഒരു മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പോ നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഒരു മിനിറ്റ് അങ്ങനെ ടിപ്പ് മൂവ് ചെയ്യുമ്പോൾ 6 ഡിഗ്രി മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ 20 മിനിറ്റ് നമ്മൾ സൂചി സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ 20 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്നു. അപ്പൊ 20 മിനിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 20 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന എത്രയേക്കർ അപ്പോ 20 into 6 എന്ന് വരും. അപ്പൊ അത്രയും ഡിഗ്രി സഞ്ചരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ 120 ഡിഗ്രി വരും. ഓക്കെ അല്ലെ? 120 ഡിഗ്രി. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇക്വേഷൻ എന്താ L is equal to r തീറ്റ. അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ആ തീറ്റ എന്ന് പറയുന്നത് റേഡിയനിലായിരിക്കണം. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് ഇതിന് റേഡിയനിലോട്ട് മാറ്റാൻ പോവാണ്. 120 ഡിഗ്രിനെ റേഡിയനിലോട്ട് മാറ്റാൻ വേണ്ടി π/180 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. 0 ക്യാൻസൽ ആവും. 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2π/3 എന്ന് കിട്ടും അല്ലെ. 2π/3 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ റേഡിയൻ മെഷർ എന്ന് പറയുന്നത് 2π/3 ആണ്. ഇനി നമ്മൾ ഇക്വേഷനോട്ട് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ L is equal to r theta. L is equal to എത്രയാണ് r theta. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ. L is equal to what is our r എന്ന് പറയുന്നത് 3 ആണ്. 3 into 2π/3 എന്ന് വരും. ഓക്കെ അല്ലെ? റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. മിനിറ്റ് ഹാൻഡ് ലെങ്ത് 3 കട്ടാവും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് 2π റേഡിയൻ. ഓക്കെ അല്ലെ? റേഡിയനിലാണ് ആൻസർ. അത്രയും ലെങ്ത് ആണ് വരിക. ഓക്കെ സോ ഐഡിയ മനസ്സിൽ 2π. ഓക്കെ 2π ആണ് നമ്മുടെ ആൻസർ. എന്ന് പറഞ്ഞാൽ പൈന്റെ വാല്യൂ വേണമെങ്കിൽ കൊടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ അല്ലെ? ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ 3 സെന്റിമീറ്റർ അത്രയും ലെങ്ത് ആണ് അത് കവർ ചെയ്യുന്നത്. ഇത്രയും ലെങ്ത് ആണ് അത് കവർ ചെയ്യുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ പൈയുടെ വാല്യൂ ആണെങ്കിൽ 3.14 കൊടുത്ത ക്യാൻസർ സെന്റിമീറ്ററിൽ കിട്ടും. എത്ര ലെങ്ത് ആണ് അത് കവർ ചെയ്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലെ? സോ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് മനസ്സിലാക്കുന്നു. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. സി ക്വസ്റ്റ്യൻ നമ്മുടെ ക്വാഡ്രന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത ജസ്റ്റ് കാര്യം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ശേഷം ചെയ്യുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആൻസർ 2π ആണ്. വേണമെങ്കിൽ പൈയുടെ വാല്യൂ കൊടുക്കാവുന്നേ ഉള്ളൂ. ഡിപ്പെൻസ്. ഓക്കെ അല്ലെ? നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ വേണം. ഇതിൽ പൈയുടെ വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ആൻസർ പൈയുടെ വാല്യൂ വേണമെങ്കിൽ കൊടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ അല്ലെ? 3.14 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ആ കറസ്പോണ്ടിങ് ആയിട്ട് ഡെസിമൽ വാല്യൂ കിട്ടും. 3 സെന്റിമീറ്റർ ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ അല്ലെ? സോ ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് നമ്മൾ പോവാണ്. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് sec x is equal to 5/4. അപ്പൊ തന്ന കാര്യം ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാണ് ഞാൻ. അപ്പൊ തന്നിട്ടുള്ളത് sec x ആണ് അല്ലെ. sec x is equal to എത്രയാണ് 5/4 ആണ്. അവര് പറയാണ് എക്സ് ലൈസ് ഇൻ 4th ക്വാഡ്രന്റ്. 4ാമത്തെ ക്വാഡ്രന്റിലാണ് ആര് കിടക്കുന്നത്? എക്സ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൈന് കോസ് ടാൻ ഇവരെ കണ്ടുപിടിക്കാനാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം 4th ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ അവിടെ ആര് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? കോസും
അതേപോലെ സിക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. നമുക്കറിയാം സീക്ക് എക്സ് കിട്ടിയാൽ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ആരെയാണ്? കോസ് നമുക്ക് പെട്ടെന്ന് എഴുതാം. സീക്ക് എക്സിന്റെ റെസിപ്രോക്കലാണല്ലോ കോസ്. അപ്പൊ കോസ് എന്ത് വരും? 4/5 എന്ന് വരും. ഓക്കെ അല്ലേ? സോ നമുക്കറിയാം ഇത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ് നമുക്കറിയാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യാം. ഇവിടെ ആംഗിൾ എക്സ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസെന്റ് സൈഡ് ബൈ ആരാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ നമ്മുടെ എക്സിന്റെ അഡ്ജസെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5 ആണ്. പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇത് എത്രയായിരിക്കും? 3 ആയിരിക്കും. കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി കോസെക്സ് കാണാൻ പറഞ്ഞ ഓൾറെഡി നമ്മൾ കോസെക്സ് കണ്ടിട്ടുണ്ട്. 4/5 ആണ്. ഇനി നമുക്ക് വേണ്ടത് സൈൻ എക്സ് ആണ് അല്ലെ? സൈൻ എക്സ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ആരാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്ന ആരാണ്? 3 ആണ്. അപ്പൊ 3/5 അല്ലെ? 3/5 എന്ന് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ടാൻ എക്സ് ആണ് അല്ലെ? അപ്പൊ ടാൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഇക്വേഷൻ എന്താ? ടാൻ എക്സിന്റെ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ആരാണ്? അഡ്ജസെന്റ് സൈഡ്. അപ്പൊ എക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ആരാണ്? 3 ആണ്. അപ്പൊ 3 ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് സൈഡ് ആരാണ്? 4 ആണ്. ഓക്കെ അല്ലേ? സോ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവാം. സോ വരും എക്സാംസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി നല്ല പോലെ എന്ത് ചെയ്യുക? പെർഫോം ചെയ്യുക. ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.